മാവേലിക്കര ഈസ്റ്റ് PVP യുവജനങ്ങൾ നടത്തുന്ന ഈ യൂത്ത് ഫെസ്റ്റിവലിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ തിരിച്ചുകൊള്ളുന്നു. പ്രാരംഭമായി ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി വെൺമണി എബനേസർ ചർച്ചിലെ ഫേബ ടി ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവമയുടെ യൂത്ത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കർത്താവ് ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുന്ന സഹായിച്ചതുപോലെക്കായി സ്തോത്രം ചെയ്ത കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതായ പ്രോഗ്രാംസ് എല്ലാം കർത്താവ് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് കർത്താവെ കാരണമായി തിരുവനന്തപുരം സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മീയതയിൽ മുന്നേറുവാൻ തക്കണം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ സമൃദ്ധമായി സമർപ്പിക്കുന്ന കർത്താവത്തോളം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫേബ. അടുത്തതായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുവാനായി മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു ടീം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അവരെ എല്ലാവരെയും ഒരു ഗ്രൂപ്പ് സോങ് ആലപിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Let me see.
അടുത്തതായി ഓസ്ട്രേലിയയിൽ നിന്നും ഒറീസയിൽ വന്ന് ക്രിസ്തുവിന് വേണ്ടി മരിച്ച മിഷണറിയാണ് ഗ്രഹാം സ്റ്റെയിൻസ്. തന്റെ 2 കുഞ്ഞുങ്ങളും തന്നോടൊപ്പം ഒറീസയുടെ മണ്ണിൽ വെന്തു മരിച്ചു. ഈ ധീര മിഷണറി കുടുംബത്തിന്റെ ജീവിതം കഥാപ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നു സിസ്റ്റർ മിലിൻ. വിനീതമായ സ്നേഹവന്ദനം. ഒരു എളിയ കഥ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ വരാമായിരിക്കുന്ന തെറ്റുകളെല്ലാം ദയവായി ക്ഷമിക്കാം. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ കഥ ആരംഭിക്കുന്നു. ഈ കഥാപ്രസംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മിലിൻ ജോസഫ്. ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ട്രേസി ബ്ലസൻ, സംഗീതം ബ്ലസൻ എരവങ്കര. നമുക്ക് വേണ്ടി മനോഹരമായി പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് പാസ്റ്റർ ബിലു ചാക്കോ. കൂടാതെ എന്നോടൊപ്പം വേദിയിൽ സഹായിക്കുവാൻ സിസ്റ്റർ സിമി സൈമൺ, ട്രേസി ബ്ലസൻ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കഥ വെറും ഒരു കഥയല്ല. ഇന്ന് 25 വർഷങ്ങൾക്ക് മുൻപേ ഒഡീഷയിലെ സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവ കഥയാണ് നിങ്ങളുടെ മുൻപിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത്. എന്റെ കഥയുടെ പേര് ക്രിസ്തുവിന്റെ ധീര പടയാളികൾ. ഒഡീഷയുടെ സംസ്ഥാനത്തിലെ മയൂർഭഞ്ച് അല്ലെങ്കിൽ മൂർഭഞ്ച് എന്ന് വിളിക്കുന്ന ജില്ലയിലെ ബാരിപ്പാടിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ആ പ്രദേശത്തെ കുറിച്ച് പറഞ്ഞാൽ കുന്നുകളും നിരവധി കൊടുമുടികളും മലനിരകളും വനപ്രദേശങ്ങളും നിറഞ്ഞ ഒരു സ്ഥലം. നദികളും അരുവികളും നിറഞ്ഞ സുന്ദരമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ദേശം. സാംസ്കാരിക പൈതൃകത്തിനും ഊർജ്ജസ്വലമായ പാരമ്പര്യത്തിനും പേര് കേട്ടതാണ് ഈ ജില്ല. ഒരു സുന്ദരമായ പ്രഭാതം പൊട്ടിവിടുന്നു. അതുവരെ നിശബ്ദമായി കിടന്ന ഇടവഴികൾ പതുക്കെ കാൽപെരുമാറ്റങ്ങൾ കേട്ടു തുടങ്ങി. കൈപൂരങ്ങൾ പതുക്കെ ശബ്ദമുഖരിതമായി. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ആ തെരുവിലെ കൂടി നടന്നു വരുന്നു. നിഷ്കളങ്കത നിറഞ്ഞ മുഖം, ആർദ്രമായ കണ്ണുകൾ, ഒരു വശത്തേക്ക് മാടി ഒതുക്കിയ മുടിയിടകൾ, സൗമ്യമായ പുഞ്ചിരി ആ മുഖത്ത് നിൽക്കുന്നു. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള വൈദേശികനായ യൗവനക്കാരനെ അവർ അമവാസികൾ കൗതുകത്തോടെ നോക്കി. ഒരു പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ എലിസബത്തിന്റെ വില്യമിന്റെ മകനായി ജനിച്ച ഓസ്ട്രേലിയൻ മിഷണറി. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രഹാം സ്റ്റുവാർട്ട് സ്റ്റെയിൻസ്.
ഒരു മിഷണറിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന കഠിനമായ കുഷ്ഠരോഗ ബാധിതനായ ജോസിയ സോറൻ എന്ന മയൂർ ബജ്ബാലന്റെ ഒരു ഫോട്ടോ കാണുവാനിടയായി. അതവനെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. അന്നു മുതൽ കുഷ്ഠരോഗികളെ പരിചരിക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിന് മുട്ടിട്ടു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, യേശുനാഥൻ കാണിച്ചു തന്ന അതേ മാതൃക തന്റെ ജീവിതത്തിൽ പകർത്തുക. സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരെ, രോഗികളെ, അശരണരെ ചേർത്ത് വയ്ക്കുക. കർത്താവിന്റെ വേദിക്കായി അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചു. സ്കൂളിലെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്ന സ്റ്റെയിൻസ് ദൈവിക വിഷയങ്ങളിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു. കാലങ്ങൾ മുൻപോട്ട് നീങ്ങി. 1965 തന്റെ തൂലിക സ്നേഹിതനായിരുന്ന ശന്തനു സത്പതി മുഖാന്തരമാണ് അദ്ദേഹം ഭാരതത്തിലേക്ക് ആദ്യമായി എത്തിയത്. ഒറീസയിലെ മൂർബഞ്ചിലെ ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി ഓഫ് മയൂർബഞ്ച് എന്ന കുഷ്ഠരോഗ ആശുപത്രിയിലേക്കാണ് താൻ ആദ്യമായി എത്തിയത്. അവിടെ മിഷണറിമാർ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച് അവരെ പരിചരിക്കുന്നത് സ്റ്റെയിൻസ് കാണുവാനിടയായി. അന്നു മുതൽ ഗ്രഹാം സ്റ്റെയിൻസിന്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരുകയാണ് തന്റെ കടമ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നീണ്ട 34 വർഷം അദ്ദേഹം കുഷ്ഠരോഗികളുടെയും ദരിദ്രരായ ആദിവാസി ഗോത്ര സമൂഹത്തിന്റെയും സ്നേഹിതനായി മാറി. ആർക്കും തൊട്ടുകൂടാത്ത മുറിവുകൾ കഴുകി തുടയ്ക്കുവാനും സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരുവാനും അദ്ദേഹം സന്നദ്ധനായി. ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായി. 1981 ജൂണിലായിരുന്നു തന്റെ അതേ ജീവിത ലക്ഷ്യവുമായി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പെൺകുട്ടിയെ അദ്ദേഹം കാണുവാനിടയായി. തന്റെ 20ാമത്തെ വയസ്സിൽ ക്യൂൻസ്ലാൻഡിൽ നിന്നും എത്തി ഭാരതത്തിലെത്തി 14 സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയായിരുന്നു അവൾ. ആ പെൺകുട്ടിയുടെ പേരാണ് ഗ്ലാഡിസ് മദർഹെഡ്. മിഷൻ ഫീൽഡിൽ കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. 1983 ഗ്രഹാം സ്റ്റെയിൻസും ഗ്ലാഡിസും വിവാഹിതരാകുവാൻ തീരുമാനിച്ചു. തുടർന്നുള്ള നാളുകളിൽ അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിലേന്തിയ ഗ്ലാഡിസിനെ ജീവിതസഖിയായി ലഭിച്ചപ്പോൾ സ്റ്റെയിൻസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലമായി. പാരിപ്പോട് മിഷന്റെ നടത്തിപ്പ് അദ്ദേഹം ഏറ്റെടുത്തു. കുഷ്ഠരോഗികൾ മാത്രമല്ല, നാനാ വ്യാധികളും രോഗങ്ങൾ ബാധിച്ചവരും അവിടെ ചികിത്സയിലെത്തി സുഖം പ്രാപിക്കുവാനിടയായി. തന്റെ മക്കളിലേക്കും പകർന്നു. ആൺമക്കളായ ഫിലിപ്പും തിമോത്തിയും തന്റെ ശുശ്രൂഷയിൽ മിക്കപ്പോഴും അനുഗമിച്ചിരുന്നു. കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിൽ അവർ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു മിഷണറി തിമോത്തിയോട് പ്രകാരം ചോദിച്ചു, മോൻ വളർന്നാൽ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി പോകുമോ? അവന്റെ മറുപടി പ്രകാരമായിരുന്നു, ഇല്ല, ഒരിക്കലുമില്ല. എന്റെ ഡാഡിയെ മമ്മിയെ പോലെ തന്നെ എനിക്ക് ഇവിടെ ജീവിക്കണം. അങ്ങനെ ആ കുടുംബം ഒത്തൊരുമിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിച്ചു. സാധാരണക്കാർ അടുത്ത് ചെയ്യുവാൻ മടിക്കുന്ന അനേകം കുഷ്ഠരോഗികൾ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയുവാനും രക്ഷയിലേക്ക് കടന്നു വരുവാനും ഇടയായി. വിശുദ്ധ ബൈബിളിന്റെ ഒരു ഭാഗം
ഇന്ത്യയിലെ ഭോജനതയുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ സ്റ്റെയിൻസിന് കഴിയുന്നു. ഇന്ത്യൻ സംസ്കാരത്തോട് അവർ ഇഴുകിച്ചു. ഒഡിയ ഭാഷയിൽ സന്താളും അദ്ദേഹം പഠിച്ചെടുത്തു. ബാസ്കറ്റുകളും മാർക്കുകളും നിർമ്മിക്കുവാൻ അവരെ പഠിപ്പിച്ചു. നെയ്ത്ത് പരിശീലനവും മറ്റനേകം തൊഴിലവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തു. ആരോഗ്യം, ശുചിത്വം മുതലായ വിഷയങ്ങളിൽ അവർ ക്ലാസുകൾ എടുത്തു. മാത്രമായിരുന്നില്ല. ഒരിക്കൽ ബാരിപ്പാടയിൽ സംഭവിച്ച തീപിടുത്തത്തിൽ നിരവധി പേർക്ക് പൊള്ളലേൽക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തു. അന്നത്തെ ആ പ്രാദേശിക ആശുപത്രി പ്രതിസന്ധിയിലായി. അന്ന് പരിചയസമ്പന്നയായിരുന്ന നഴ്സായിരുന്ന ഗ്ലാഡിസും സ്റ്റെയിൻസും ചേർന്ന് പരിക്കേറ്റവരെ ശുശ്രൂഷിച്ചു. അങ്ങനെ ജനങ്ങളുടെ സമസ്ത മേഖലയിലും ഗ്രഹാം സ്റ്റെയിൻസിന്റെ പ്രവർത്തനം നിറഞ്ഞു നിന്നു. മയൂർഭഞ്ച് നിവാസികൾക്ക് സ്റ്റെയിൻസും കുടുംബവും ഏറെ പ്രിയപ്പെട്ടവരായി മാറി. എന്നാൽ മറ്റൊരു വശത്ത് ചില മതതീവ്രവാദികളുടെ കണ്ണിലെ കരടായി താൻ മാറിക്കഴിഞ്ഞു എന്നുള്ള സത്യം സ്റ്റെയിൻസ് തിരിച്ചറിഞ്ഞിരുന്നില്ല. തനിക്ക് വേണ്ടി കഴുകക്കണ്ണുകൾ ഒഴുക്കി വെച്ചിരിക്കുന്ന അനേകരുണ്ടെന്നുള്ള സത്യം അദ്ദേഹം അറിഞ്ഞത് അന്ന് രാത്രിയിലായിരിക്കണം. ആ ദിവസം 1999 ജനുവരി 23-ാം തീയതി അന്ന് രാത്രി ബാരിപ്പാടിൽ നിന്നും 150 കിലോമീറ്റർ അകലെയുള്ള സന്താൾ ആദിവാസി സമൂഹത്തിന്റെ കേന്ദ്രമായ മനോഹർപുരിയിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം സ്റ്റെയിൻസ് യാത്ര ചെയ്യുകയായിരുന്നു. മക്കളായ ഫിലിപ്പും തിമോത്തിയും തന്നോട് കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായി. കഠിനമായ തണുപ്പുണ്ടായിരുന്നതിനാൽ തല ചൈന്യം മറ്റൊരിടമില്ലാതെ മക്കളോടൊത്ത് തന്റെ ജീപ്പിൽ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു. അല്പം അകലെയായുള്ള മൈതാനത്തിൽ സന്താൽ വർഗത്തിൽപ്പെട്ട ചില യൗവനക്കാർ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. മതതീവ്രവാദികളായ ദാരാ സിംഗ്, മഹേന്ദ്ര ഹേംറാം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 50ഓളം പേർ അടങ്ങുന്നവരുടെ വാഹനത്തെ വളഞ്ഞു. കുന്തം, വഴി, തോക്ക്, പെട്രോൾ തുടങ്ങിയ ആയുധങ്ങളുമായിരുന്നു അവർ എത്തിയത്. എന്നാൽ ഇതൊന്നും അറിയാതെ പകലത്തെ ക്ഷീണത്താൽ അപ്പനെ കെട്ടിപ്പിടിച്ച് ശാന്തമായി ഉറങ്ങുകയായിരുന്ന കുഞ്ഞുമക്കൾ പെട്ടെന്ന് വാഹനത്തിലേക്ക് വന്ന ദാരാ സിംഗ് എന്ന മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന വഴികൊണ്ട് വാഹനത്തിന്റെ ടയറിൽ ആദ്യം ഉൾപ്പെടുത്തി. മറ്റുള്ളവർ ആ വാഹനത്തിന്റെ ചീലിൽ കല്ലുകളെറിഞ്ഞു തകർക്കുവാൻ തുടങ്ങി. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന സ്റ്റെയിൻസും മക്കളും പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അക്രമികൾ അവരെ കൂട്ടമായി വളർന്നു. ആക്രമിക്കുവാനായി വടികൊണ്ട് വളരെ ക്രൂരമായി വർദ്ധിച്ച് ആക്രമിക്കുവാൻ അവരെ മാരകമായി പുറമെടുപ്പിക്കുവാൻ ചെയ്യരുതെന്ന് സ്റ്റെയിൻസ് അവരോട് കേണപേക്ഷിച്ചു. എന്നാൽ ആ പിതാവിന്റെ കൺമുന്നിൽ ഇട്ട് തന്നെ തന്റെ ഓമനകളെ അതിക്രൂരമായി മുറിവേൽപ്പിച്ചു. ശരീരമാസകലം മുറിവേറ്റ അവരെ വാഹനത്തിനുള്ളിലേക്ക് തള്ളിയിട്ട് ഡോറടച്ചു. ആ സമയം കൊണ്ട് ചിലർ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുവാൻ തുടങ്ങി. പ്രാണവേദനയിൽപ്പെടുന്ന ആ മനുഷ്യൻ തന്റെ കുഞ്ഞുമക്കളുടെ ജീവന് വേണ്ടി അവരോട് കെഞ്ചി. ഒരംശം പോലും ദയയില്ലാതെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവർ വാഹനത്തിലേക്ക് തീ കൊളുത്തു. തീ ആളി കുത്തുവാൻ തുടങ്ങി. പ്രാണരക്ഷാർത്ഥം ജീവന്റെ ചില്ലുകൾ തകർത്ത് ചാടാൻ ശ്രമിച്ച കുഞ്ഞു ബാലനെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് തീക്കിടത്തേക്ക് അവർ തുടങ്ങി. അതിവേദനയോടെ അലറിക്കരഞ്ഞ തന്റെ കുഞ്ഞിനെ പിൻചോമനകളെ ഫലവലയത്തിലാക്കി സ്റ്റെയിൻസ് തന്റെ മാറോട് ചേർത്തു. മറ്റൊന്നും നിസ്സഹായനായ പിതാവിന് ആ സമയത്ത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. മനുഷ്യ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത അതിവേദനയെ കേവലം 9-7 വയസ്സ് മാത്രമുള്ള ആ പിഞ്ചുകുട്ടികൾ പിഴയുമ്പോൾ ഒരല്പം പോലും ദേഹമില്ലാതെ ചുറ്റും നിന്നുകൊണ്ട് അട്ടഹസിച്ച് ജയഘോഷം മുഴങ്ങുകയായിരുന്ന കാപാലകരായ മതതീവ്രവാദികൾ. തന്നെ പോലെ തന്നെ മറ്റുള്ളവരെ
സൗഭാഗ്യം ജീവിത സമസ്യയാക്കിയ ആ ക്രിസ്തുഭക്തനും തന്റെ പിഞ്ചോമനകളും ഏതാനും മിനിറ്റുകൾ കൊണ്ട് വെല്ലുവിളിയായി. അപ്പോഴും കുറച്ചകലെയായി ആ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. എപ്പോഴും അനുഗമിച്ചിരുന്ന തിമോത്തിയും ഫിലിപ്പും അവസാന യാത്രയിലും അദ്ദേഹത്തെ അനുഗമിച്ചു. മരണമില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായി. തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം പറ്റിച്ചേർന്ന നിലയിൽ ആ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ് ജീപ്പിൽ അവശേഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഗ്രഹാസിന്റെയും മക്കളുടെയും ക്രൂര കൊലപാതക വാർത്തയറിഞ്ഞ് ഭാരതം നൽകി. തങ്ങളുടെ പ്രിയങ്കരനായിരുന്ന സ്റ്റീൻസിന്റെയും മക്കളുടെയും ദാരുണ മരണമറിഞ്ഞ ഗ്രാമവാസികൾ വേദനയോട് ഓടിക്കൂടി. ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ ശ്രേയസ് ആ കറുത്ത ദിനത്തിൽ നഷ്ടപ്പെട്ടു. ഗ്ലാഡിസിന്റെയും മകൾ എസ്തറിന്റെയും കാതിലും ആ ദുരന്ത വാർത്ത എത്തി. ഇനി ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത മറ്റൊരിടത്തേക്ക് തന്റെ ഭർത്താവും മക്കളും യാത്രയായി എന്ന് അവർ അറിഞ്ഞു. സ്നേഹനിധിയായ തന്റെ ഭർത്താവിനെയും ലാളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത തന്റെ ഓമന കുഞ്ഞുങ്ങളെ കത്തിക്കഴിഞ്ഞ മൃതദേഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഒരു മാതൃഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നതിനും വേദന കഴിച്ചമർത്തി അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ പൂർണ്ണമായി തകർക്കപ്പെട്ടു, എന്നാൽ എനിക്ക് ആരോടും പരിഭവമില്ല. ശത്രുക്കളോട് ക്ഷമിപ്പാനാണ് യേശു എന്നെ പഠിപ്പിച്ചത് എന്ന് ഭർത്താവിന്റെ കാതൽ ദൈവസ്നേഹം അനുഭവിക്കട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. ഈ ഗാനത്തിന്റെ ഈരടികൾ അവർ പാടി. Because he lives, I will face tomorrow. ഗ്ലാഡിസിന്റെ വാക്കുകളിലൂടെ ഭാരതീയ യേശുവിന്റെ സ്നേഹം അറിയുന്നു. ഇന്ത്യക്ക് മാത്രമല്ല മുഴു ലോകത്തിനും ഗ്ലാഡിസ് യേശുവിന്റെ സ്നേഹം കാട്ടിക്കൊടുത്തു. തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും മരണശേഷം ഗ്ലാഡിസ് ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോയില്ല. ഗ്രഹാം സ്റ്റീൻസ് ബാക്കി വെച്ച് പോയ ശുശ്രൂഷ അവർ ഏറ്റെടുത്തു. 2005 ഇന്ത്യ ഗവൺമെന്റ് സിവിലിയൻ അവാർഡായ പത്മശ്രീ അവർക്ക് ലഭിച്ചു. അതിൽ നിന്ന് ലഭിച്ച സംഭാവനകളുടെ ഫലമായി സ്റ്റീൻസ് സേവനമനുഷ്ഠിച്ചിരുന്ന കുഷ്ഠരോഗ ഭവനത്തെ ഒരു സമ്പൂർണ്ണ ആശുപത്രിയാക്കി മാറ്റി. 2015 നവംബറിൽ സ്റ്റീൻസ് സാമൂഹ്യ നീതിക്കുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചു. ക്രിസ്തു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി ഇന്നും ആ വനിതാരത്നം ജ്വലിച്ചു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവ രക്തസാക്ഷികൾ കേൾക്കുമ്പോൾ വിപ്ലവത്തിന്റെ ചോരക്കുരണ്ട മുഖമല്ല ഓർമ്മ വരേണ്ടത്, മറിച്ച് ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിലും സ്നേഹത്തിലും എരിഞ്ഞടങ്ങിയ ചിത്രങ്ങളാണ്. സഭാചരിത്രത്തിലെ തിളങ്ങുന്ന ജ്യോതിസുകളാൽ അവർ ഇന്നും ശോഭിച്ചു നിൽക്കുന്നു. സഭാചരിത്രകാരനായ തെർത്തുലിൻ ഇപ്രകാരമാണ് പറഞ്ഞത്: എത്രയധികം നിങ്ങൾ ഞങ്ങളെ വെട്ടിവീഴ്ത്തുന്നുവോ അത്രയധികം ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. അതെ, ക്രിസ്ത്യാനികളുടെ രക്തം സഭയുടെ വിത്താണ്. അതെ, ക്രൈസ്തവ രക്തസാക്ഷികൾ എന്നത് കേൾക്കുമ്പോൾ അത് നമ്മുടെ മുൻപിൽ സൂര്യതേജസ്സുകളാണ്. രക്തസാക്ഷിത്വം ശിഷ്യത്വത്തിന്റെ പാതയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും ഏറ്റുപറയാം: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാഴോ?
പ്രയോജനപ്പെട്ട ഒരു യൗവനക്കാരൻ. കുടുംബത്തിലും സഭയിലും കൂട്ടുകാർക്കിടയിലും വ്യത്യസ്തൻ. ആ ചെറുപ്പക്കാരൻ ഒരു പ്രണയബന്ധത്തിൽ അകപ്പെടുന്നു, അല്ല അവനെ അകപ്പെടുത്തുന്നു. ശേഷം പടിപടിയായി അവൻ ദൈവത്തിൽ നിന്നും അകലപ്പെട്ടു. അത് അവസാനം അവന് വിഷാദവും ലഹരി മരുന്നുമായി മാറുന്നു. ദലീലയാകുന്ന ലോകസ്നേഹം. ന്യായാധിപന്മാർ 16-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, അവൾ അവനെ ഒതുക്കി തുടങ്ങി. നഷ്ടങ്ങൾക്കൊടുവിൽ ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ സ്നേഹം അവൻ മനസ്സിലാക്കി മടങ്ങി വരുന്നു. യോഹന്നാനകത്ത് നമ്മൾ ഇങ്ങനെ അറിയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തെ പിരിഞ്ഞുള്ള ഒന്നും നമുക്ക് സാധ്യമല്ല. Now
5-ാം ദിവസം വരെ ഭൂമിയിൽ വേണ്ടതെല്ലാം സൃഷ്ടിച്ചു. 6-ാം ദിവസം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു. എല്ലാത്തിന്മേലുള്ള അംഗീകാരവും അവർക്ക് നൽകി. എന്നാൽ അനുസരണക്കേടിന്റെ ഫലമായി ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായി. മോശ അമ്രാം യോഖേബേൽ ദമ്പതികളുടെ മകനായി ജനിച്ചു. പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ ദൈവം മോശയെ ഇസ്രായേൽ മക്കളുടെ വിടുതലിനായി ഉപയോഗിച്ചു. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി കൽപ്പനകളെ മോശയ്ക്ക് കൈമാറി. ദെബോര ഇസ്രായേലിലെ പ്രവാചകയും ന്യായാധിപയുമായിരുന്നു. എഫ്രൈം പർവ്വതത്തിൽ ഗ്രാമയ്ക്കും ബഥേലിനും മധ്യയുള്ള ഈന്തപ്പനയുടെ കീഴിലാണ് ദെബോര പാർത്തിരുന്നത്. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് ദെബോരയുടെ അടുക്കൽ വരിക പതിവായിരുന്നു. ഭയം കൂടാതെ ദൈവശബ്ദം വിളിച്ച് പറഞ്ഞ് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ജയത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചു. രൂത്ത് മോവാബ്യ സ്ത്രീയാണ് രൂത്ത്, നവോമിയുടെ മരുമകൾ. നവോമിക്ക് തന്റെ ഭർത്താവും തന്റെ മക്കളും മരണമടഞ്ഞ ശേഷം മരുമക്കളോട് താന്താങ്ങളുടെ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുവാൻ പറഞ്ഞു. എങ്കിലും രൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നു. ഭാഗ്യവശാൽ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബെത്ലഹേമിൽ ബോവസിന്റെ വയലിലെത്തി. അവൾ അവന് ഭാര്യയായി തീർന്നു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ രൂത്തും സ്ഥാനം പിടിച്ചു. ദാവീദ് ഇശായുടെ ഇളയ മകനായ ദാവീദ് ആട്ടിടയനാണ്. പവിഴ നിറമുള്ളവനും സുനീതനും കോമളരൂപിയും കിന്നരമായും നിപുണനും പരാക്രമശാലിയും യോദ്ധാവുമാണ്. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും ആട്ടിൻകുട്ടിയെ ദാവീദ് രക്ഷിച്ചിട്ടുണ്ട്. മല്ലനായ ഗോലിയാത്തിനോടും ഏറ്റുമുട്ടുവാൻ യഹോവ ശക്തി നൽകി. എസ്തേർ എന്ന ഹദസ്യയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അനാഥയായ എസ്തേറിനെ മൊർദെഖായിയാണ് വളർത്തിയത്. വസ്തി രാജ്ഞി അഹശ്വേരോശ് രാജാവിന്റെ കൽപ്പന അനുസരിക്കാഞ്ഞത് മൂലം രാജ്ഞി സ്ഥാനത്ത് നിന്നും അവരെ നീക്കുകയുണ്ടായി. പകരം എസ്തേറിന് ആ സ്ഥാനം ലഭിക്കുകയും ചെയ്തു. എസ്തേറിലൂടെ യഹൂദ ജനം രക്ഷ പ്രാപിക്കുകയും ചെയ്തു. എലിസബത്ത് സെക്കൻഡറിന്റെ ഭാര്യയാണ് എലിസബത്ത്. ഇരുവരും ദൈവത്തിന്റെ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും നടക്കുന്നവരുമായിരുന്നു. വളരെ പ്രായം ചെന്ന ശേഷം എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസം ഒളിച്ചു പാർത്തു. മറിയ എലിസബത്തിനെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. വന്ദനം കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. പ്രസവിക്കാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്തതുപോലെ അവൻ യോഹന്നാൻ എന്ന് പേർ വിളിച്ചു. യോഹന്നാൻ സ്നാപകൻ. എലിസബത്ത് സെക്കൻഡറി ദമ്പതിക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്: കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. യേശു ഇതാ തിരുവഴുത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ വിശ്വസ്ത സാക്ഷിയും സകല സൃഷ്ടിയുടെയും ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും അൽഫയും ഒമേഗയും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. ഞാൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് പിതാവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങി. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ഞാൻ കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്
പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്നിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എന്നെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കും. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമസ്കാരം. ക്യാപ്സൈറ്റ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫേബ ജെറിൻ വെൺമണി. പ്രധാന വാർത്തകൾ. മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PYP ക്യാമ്പിന് തുടക്കം കുറിച്ചു. കമ്മിറ്റി രൂപീകരണം നടന്നു. ദേശമെങ്ങും സുവിശേഷം പരക്കുന്നു. ബ്രദർ സോബി പ്രീതമയുടെ അടുത്തേക്ക്. ക്യാമ്പ് പരിവേഷണത്തിലേക്ക്. ചുമതല ഭാരം നടുവിലേക്ക്. വാർത്തകൾ വിശദമായി. മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PYP ക്യാമ്പിന് തുടക്കം കുറിച്ചു. വർഷങ്ങൾക്ക് ശേഷം മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PYP ക്യാമ്പ് കൊല്ലങ്കോട് ഫെയ്ത്ത് ഹോമിൽ ആരംഭമായി. സെപ്റ്റംബർ 16 മുതൽ 18 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. മാവേലിക്കര ഈസ്റ്റ് സെന്റർ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇൻക്രൈസ്റ്റ് എന്ന തീം അടിസ്ഥാനമാക്കി ക്ലാസുകൾ എടുത്തു. പാസ്റ്റർ സുഭാഷ് കുമരകം, പാസ്റ്റർ അജി ആന്റണി എന്നിവർ പൊതുയോഗങ്ങളിൽ ദൈവജനം സംസാരിച്ചു. കിഡ്സ് സെക്ഷനിൽ പാസ്റ്റർ ജോൺ ഫിലിപ്പ് ക്ലാസുകൾ നയിച്ചു. പപ്പറ്റ് ഷോ, മാജിക് എന്നിവ കുഞ്ഞുങ്ങൾക്കായി അവതരിപ്പിച്ചു. ക്യാമ്പ് സൈറ്റിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ചെയ്യുന്നു. വിജി കേൾക്കാമോ? കേൾക്കാം. ഹലോ വിജി, കേൾക്കാമോ? ക്ലിയർ ആവുന്നില്ല. ശരിക്കും പറഞ്ഞേ വിജി ഇടിയപ്പത്തിന്റെ ചപ്പാത്തിന്റെ പുറകെ പോയോ? അല്ലല്ല, ഇപ്പൊ ഞാൻ ചിക്കൻ കറിയുടെ അടുത്താണ്. ഓക്കെ വിജി, എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഞാൻ വിചാരിക്കുന്നു. അവിടെ നൽകുന്ന സംഭവങ്ങളൊന്നും പറയാമെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂസ് ചാനൽ വഴി നമുക്കൊന്ന് ചർച്ച ചെയ്യാമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് ഇതാണ്. വെളുപ്പിനെ 5:30 തന്നെ നമ്മുടെ ക്യാമ്പസ് സെന്ററിൽ കുഞ്ഞുങ്ങൾ ഉണരുകയും റൂമിൽ തന്നെ പ്രാർത്ഥിച്ചനന്തരം ഹാളിലേക്ക് ഡിവോഴ്സ് സെഷനായി 7:15 തന്നെ ഉത്സാഹത്തോടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. പാസ്റ്റർ ജിജു ചൊഴി ദൈവവചനം സംസാരിച്ചു. അവധിയായതിനാൽ വീട്ടിൽ 10 മണിക്ക് എഴുന്നേൽക്കുള്ളൂ. ക്യാമ്പ് ആയതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ ആത്മീയ ആഹാരത്തോടൊപ്പം ഭൗതിക ആഹാരം പ്രഭാതം മുതൽ തന്നെ ആസ്വദിക്കുന്നുവെന്ന് അർദ്ധേറ്റുമംഗല സഭയിലെ ബറേക്ക ഷാജി അഭിപ്രായപ്പെട്ടു. സുവിശേഷ വേലയ്ക്കായി അനേക യുവജനങ്ങൾ സമർപ്പിക്കപ്പെട്ടു. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഫേബ. ക്യാമറമാൻ ഷിനോയ്ക്കൊപ്പം വിജി ന്യൂസ് ചാനൽ. താങ്ക് യു വിജി. അടുത്ത വാർത്ത. കമ്മിറ്റി രൂപീകരണം നടന്നു. PYP പ്രസിഡന്റ് പാസ്റ്റർ ബിജു ജോസിന്റെയും സെക്രട്ടറി സോബിൻ സാമുവലിന്റെയും നേതൃത്വത്തിൽ വിപുലമായ സബ് കമ്മിറ്റി രൂപീകരിച്ചു. 150 പേരെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ആരംഭിച്ചുവെങ്കിലും 350ഓളം പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ പങ്കെടുത്തു വരുന്നു. എല്ലാവരുടെയും ആശങ്ക അകറ്റിക്കൊണ്ട് വിഭവസമ്പന്നമായ ഭക്ഷണമാണ് 3 നേരവും ക്യാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെയായാൽ ക്യാമ്പ് ഒരാഴ്ച കൂടി നീളട്ടെ എന്നാണ് യുവജനങ്ങളുടെ അഭിപ്രായം. ദേശമെങ്ങും സുവിശേഷം പരക്കുന്നു. ഇന്ന് ക്യാമ്പ് സെന്റർ മുതൽ കൊല്ലങ്കോട് വരെ നടത്തിയ സുവിശേഷ റാലി കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, മാതാപിതാക്കൾ, പ്രായഭേദമന്യേ ഏവരും പങ്കെടുത്തു. കുഞ്ഞുങ്ങളുടെ തൊണ്ടമുറിയുള്ള മുദ്രാവാക്യങ്ങൾ അനേകരെ റാലിയിലേക്ക് ആകർഷിക്കുവാൻ ഇടയായി. പെരുംപാലങ്ങൾ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ, ദൈവവചനങ്ങൾ ദേശത്തെങ്ങും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്രദർ സോബിൻ പ്രീതമയുടെ അടുത്തേക്ക്. മാവേലിക്കര ഈസ്റ്റ് സെന്റർ PYP സെക്രട്ടറി ബ്രദർ സോബിൻ പ്രീതമയുടെ അടുത്തേക്ക് താൻ ഉടനെ ജർമ്മനിയിലേക്ക് പോവുകയാണെന്നും അവിടെ നിന്ന് ലഭിക്കുന്ന നന്മ നമ്മുടെ സെന്റർ PYPക്ക് വേണ്ടിയുള്ളതാണെന്നും ബ്രദർ സോബിൻ അറിയിച്ചിട്ടുണ്ട്. തന്റെ അഭാവം
സെൻട്രൽ PVP വളരെ നഷ്ടമായിരിക്കുന്നത് ഖേദപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ചുമതലാ ഭാരം നടുവിലേക്ക് PVP പ്രസിഡന്റ് പാസ്റ്റർ ടി.ജു. ജോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പ് വളരെ അനുഗ്രഹമായി മുന്നേറുന്നതിൽ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശരീരം നോക്കാതെയുള്ള തന്റെ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ ശരീരത്തെ കൂടുതൽ അസ്വസ്ഥനാക്കി എന്നറിഞ്ഞതിൽ ഞങ്ങൾ ഭാരപ്പെടുന്നു. ക്യാമ്പിന്റെ ചുമതലാ ഭാരം തോളിൽ നിന്നും നടുവിലേക്ക് ഇറങ്ങിയതായാണ് ഞങ്ങൾ യുവജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന നമ്മുടെ നല്ല വൈദ്യൻ ഇല്ലാതെ ആവശ്യം പകർന്നു ദേവദാസിനെ സൗഖ്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പരസ്യത്തിന് ശേഷം തിരിച്ചു വരാം. പരസ്യം. മൃദുവായ ചപ്പാത്തിക്കും മൃദുവായ ഇടിയപ്പത്തിനും വീട്ടുമാർക്ക് പാചകം എളുപ്പമാക്കുവാൻ ഹോംമെയ്ഡ് ചപ്പാത്തിക്കും ഇടിയപ്പം ലഭ്യമാക്കുവാൻ പാസ്റ്റർ ഷിജു മോൻ, പാസ്റ്റർ സൈജു മോൻ അവരുടെ കൊണ്ട് ഫോൺ നമ്പർ 9944731006. അടുത്തത് കണ്ണുകടിക്കും കണ്ണ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും സമീപിക്കുക പ്രൈസ് ഒപ്റ്റിക്കൽ. ഫോൺ നമ്പർ 7907464820. അറിയിപ്പ്. ധനകാര്യമന്ത്രിയുടെ ഖജനാവ് ഖാലിയാകുന്നതിന് മുൻപ് ബ്രദർ കെ.ജി. ജോയ്സിനെ കാണേണ്ടവർ കണ്ടിട്ടേ മടങ്ങാവുന്ന അറിയിപ്പുണ്ട്. അതോടൊപ്പം തന്നെ സഭയുടെ മെമ്പർഷിപ്പ് കൊടുക്കാത്തവർ സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ സാംജി ജോണിനെ ഏൽപ്പിക്കേണ്ടതാണ്. ക്യാമ്പ് പര്യവസാനത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ക്യാമ്പ് പര്യവസാനിക്കും എന്നതിൽ വളരെ വിഷമമുണ്ട്. എങ്കിലും ഞങ്ങളുടെ റിപ്പോർട്ടർ ബ്രദർ സോബിനുമായി സംസാരിച്ചപ്പോൾ വരും വർഷങ്ങളിലും ഇപ്രകാരം ക്യാമ്പ് നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെന്നും വളരെ ആകാംക്ഷയുടെ യുവജനങ്ങളായിരിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ 2024 സെപ്റ്റംബർ 18 ഉച്ചയോടെ മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PVP ക്യാമ്പ് സമാപിക്കും. ക്യാമ്പ് അവസാനിക്കുമ്പോൾ ബിരിയാണിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജനറൽ കൺവീനർ ബ്രദർ സൈജുമോൻ അറിയിച്ചു. അവസാനിച്ചു. അടുത്ത വാർത്ത അടുത്ത വർഷം PVP ക്യാമ്പിൽ. നന്ദി, നമസ്കാരം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ജേക്കബ് ബാല്യം മുതൽ സൺഡേ സ്കൂളും ദൈവവചന സത്യങ്ങളും മനസ്സിലാക്കി പഠിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെടുകയും ദൈവകൽപ്പനയായ ജലസ്നാനം സ്വീകരിക്കുകയും സത്യദൈവത്തെ യഥാർത്ഥമായി സേവിക്കുകയും ആത്മീയ ആരാധനകളിൽ കൃത്യമായും പങ്കെടുക്കുകയും ചെയ്തു വന്നു. സ്കൂൾ പഠനാനന്തരം ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലിക്കായി മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഇന്ന് ജേക്കബ് കടന്നു പോകുന്നു. ജേക്കബിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആരാധനയ്ക്കായി പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ജേക്കബിന്റെ കൂട്ടുകാരൻ ജേക്കബിനെ കൊണ്ടുപോവുകയാണ്. ഹലോ, കേട്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവമേ രാത്രി ദൈവമേ നമ്മളിവിടെ ഒത്തുകൂടുവാണ്. ഞാൻ പറഞ്ഞിട്ട് പ്രാപിക്കേ കേട്ടോ. Come on.
പണ്ടില്ലേ പാറ പിടിച്ച ആൾക്കാരൊക്കെ എത്ര വർഷമായി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ആത്മീയ ആരാധനയ്ക്ക് പകരം എന്താണ് ഇവിടെ നടക്കുന്നത് അറിയാതെ ജേക്കബ് പകച്ചു നിന്നുപോയി. കർത്താവേ, ഞാനത് സത്യം ഇതല്ലല്ലോ. ഇതാണോ സത്യം? വേദപുസ്തകത്തിൽ ഇങ്ങനെയാണോ ആരാധനയെ പറ്റി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇല്ല, എനിക്കറിയണം സത്യം. യഥാർത്ഥ സത്യം എന്തെന്ന് തിരിച്ചറിയുവാൻ മാതൃസഭയിൽ ആരാധന കൂടുവാനുമായി ജേക്കബ് നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ സഭായോഗം കൂടുവാനായി ജേക്കബ് കടന്നു പോകുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേൻ. നമുക്കൊരു പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനം 23 വാക്യപ്രതിമായ വാക്യങ്ങൾ. സങ്കീർത്തനം 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ കിടക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നടക്കുന്നു. അല്ലെങ്കിൽ നമുക്കിത് ഇരിക്കാം. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണല്ലോ. നിങ്ങൾ ജീവിതത്തിലെ കൂരിരുട്ടും ഉണ്ടാകട്ടെ. ഇപ്പോഴും നമുക്ക് സാക്ഷ്യത്തിനായി അവസരം. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പകൽ വളരെ ഹൃദയവേദനയോടെയാണ് ഞാൻ ഇന്ന് കടന്നു വന്നത്. പ്രിയ ദൈവജനം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ജേക്കബിന്റെ സാക്ഷ്യം കേട്ടല്ലോ. നമുക്ക് ജേക്കബിനായി പ്രാർത്ഥിക്കാം. എല്ലാവരും അവരുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ പൈതലെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ഹൃദയത്തിലെ വേദന ദൈവമേ, സമാധാനം ദൈവം കൊടുക്കണമേ കർത്താവേ. അവനൊരു ആത്മീയ സന്തോഷം ദൈവം കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ.
അവസാനിക്കാം. ബ്രദർ അവസാനിപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ജോലിയല്ല പാസ്റ്റർ, നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലെ മാറ്റമാണ് എന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കിയത്. ഏതാ സത്യമെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെ ഹോൾ നിറയെ ജനം തിക്കിത്തിരക്കുകയാണ്. അനുഗ്രഹം പ്രാപിപ്പാൻ ഇവിടെ ആരുമില്ലല്ലോ, ഒരു യുവജനങ്ങളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? മോനെ, നിനക്കെന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ അങ്ങോട്ട് പോയത്? ജോലിയിൽ എന്തെങ്കിലും